നമസ്കാരം. ഞാൻ MK ചന്ദ്രൻ. എന്നെ കൂട്ടുകാരെല്ലാവരും വിളിക്കുന്നത് ചന്ദ്രാജി എന്നാണ്. അങ്ങനെ കൂട്ടുകാർ വിളിക്കുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ചന്ദ്രാജീസ് ഡിജിറ്റൽ സ്റ്റുഡിയോ എന്ന പേരിട്ടേക്കുന്നത്. എൻ്റെ സ്റ്റുഡിയോയ്ക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാനിങ്ങനെ രാമപുരത്തിലെ ടൈപ്പും ഷോർട്ട് ഹാൻഡും ഒക്കെ പഠിച്ച് നടക്കുന്നൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ എനിക്ക് പാലായി വെച്ച് ആർട്ടിസ്റ്റ് കേശവൻ ചേട്ടനെ പരിചയപ്പെടേണ്ടതായിട്ട് വന്നു. അങ്ങനെ പരിചയപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോൾ കേശവൻ ചേട്ടൻ നന്നായിട്ട് സ്റ്റംപ് വർക്ക് ചെയ്യും, ഓയിൽ പെയിൻറ്റ് ചെയ്യും, ലാമൽ പെയിൻറ്റ് ചെയ്യും, സ്ലൈഡ്, ബാനർ. അപ്പോൾ എനിക്കിതൊക്കെ കണ്ടപ്പോഴത്തേനും ഭയങ്കര ഇൻട്രസ്റ്റായി. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ കുറച്ചൊക്കെ വരയ്ക്കുമായിരുന്നു, നന്നായിട്ടൊക്കെ എഴുതുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ കേശവൻ ചേട്ടനോട് ഞാൻ പറഞ്ഞു, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, എന്നെ പഠിപ്പിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ കേശവൻ ചേട്ടൻ എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യേ, ചന്ദ്രന് ഒരു പടം വരച്ചെന്നെ എന്ന് കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അപ്പം ഞാനൊരു ഗാന്ധിജിയുടെ പടം, അന്ന് ഞാൻ വരച്ചവർക്കുണ്ടത് ഗാന്ധിജിയുടെ ഒരു പടം ബുക്കിൻ്റെ പുറത്ത് കണ്ടത് നോക്കി വരച്ചിട്ട് കേശവൻ ചേട്ടൻ്റെ കൊണ്ട് കൊടുത്തു. അന്നേരം കേശവൻ ചേട്ടൻ പറഞ്ഞു, നന്നായിട്ടുണ്ട്, പഠിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി കേശവൻ ചേട്ടൻ്റെ ശിഷ്യനായി സ്റ്റംപ് വർക്ക്, ഓയിൽ പെയിൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് കേശവൻ ചേട്ടൻ ഒരു ഫോട്ടോഗ്രാഫറും കൂടെയാണ്. അപ്പോൾ കേശവൻ ചേട്ടൻ്റെ അടുത്തേക്ക് പാലായിലെ വലിയ വലിയ സ്റ്റുഡിയോക്കാരൊക്കെ നെഗറ്റീവ് ടച്ച് ചെയ്യാൻ കൊണ്ടുവരും. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കാലമാണല്ലോ. അപ്പോൾ നെഗറ്റീവ് ടച്ച് ചെയ്യാൻ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേനും കേശവൻ ചേട്ടൻ എല്ലാം ടച്ച് ചെയ്തിട്ട് കൊടുക്കും. അപ്പോൾ കേശവൻ ചേട്ടൻ അതിനൊരു ഫീസ് കിട്ടും. അപ്പോൾ കേശവൻ ചേട്ടൻ എന്നോട് പറഞ്ഞു, ചന്ദ്രൻ ഒരു കാര്യം ചെയ്തോ, ഈ നെഗറ്റീവ് ടച്ച് ചെയ്യാൻ പഠിച്ചോ, സ്റ്റംപിങ് അറിയാവുന്നുണ്ട്, പെട്ടെന്ന് പഠിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാനത് പെട്ടെന്ന് പഠിച്ച് കേശവൻ ചേട്ടൻ പറഞ്ഞ പോലെ അങ്ങനെ നെഗറ്റീവ് ടച്ച് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞപ്പം കൂടുതൽ വർക്കുകൾ ഞങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് വരാൻ തുടങ്ങി. സ്റ്റുഡിയോ എന്ന് പറയാനില്ല, ചെറിയൊരു സ്ഥാപനം, ഇങ്ങോട്ട് വരാൻ തുടങ്ങി. വന്നു കഴിഞ്ഞപ്പോഴത്തേനും അതിന് പൈസ കിട്ടാൻ തുടങ്ങിയപ്പോഴത്തേനും അതിലേക്കായി പിന്നെ ശ്രദ്ധ മുഴുവനും. അങ്ങനെ കേശവൻ ചേട്ടനോട് നിന്ന് ഞാൻ പാലായിലെ നല്ല ഫോട്ടോഗ്രാഫർമാർ ഫോട്ടോഗ്രാഫി ചെയ്യുന്നതൊക്കെ കണ്ടും കേട്ടും കേശവൻ ചേട്ടൻ്റെ ശിഷ്യനായിട്ട് അവിടെ നിന്ന് പഠിച്ചു. അങ്ങനെ ഞാൻ അറിയാതെ തന്നെ ഒരു ഫോട്ടോഗ്രാഫറായി മാറുകയത്. പാലായിൽ എനിക്ക് എൻ്റെ ഗുരുസ്ഥാനീയരായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അപ്പച്ചൻ സാംസൺ അപ്പച്ചൻ ചേട്ടന്, പിന്നെ ഈരാറ്റുപേട്ടയിലെ സെയിൻ ചേട്ടായി, പിന്നെ കാഞ്ഞിരപ്പള്ളിയിലൊരു കറിയാച്ചൻ ചേട്ടൻ, പിന്നെ വരകപ്പറമ്പിലൊരു ജോസി ചേട്ടൻ. ഇവരൊക്കെ ആയിരുന്നു അന്നത്തെ നല്ല ഫേമസ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫർ. പിന്നെ സ്റ്റാറിലൊരു ദാസ് ചേട്ടനുണ്ട്, പിന്നെ തകടിയൊരു മാധവൻ ചേട്ടനുണ്ട്. ഇവരൊക്കെ കാണിക്കുന്നതൊക്കെ കണ്ടും കേട്ടും ഒക്കെ പഠിച്ചു. അല്ലാതെ ഇതിനു വേണ്ടി വേറെ ക്ലാസ്സിലൊന്നും പോവുകയോ അങ്ങനെ അറ്റൻഡ് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ കേശവൻ ചേട്ടൻ്റെ ശിക്ഷണം എനിക്ക് കിട്ടിയതുകൊണ്ട് നല്ല രീതിയിൽ എനിക്ക് അവിടെ പോകാൻ പറ്റി. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഫോട്ടോഗ്രാഫിയൊക്കെ പഠിച്ച് പാലായിൽ നിന്ന് എന്നെ ഓരോരുത്തർ വിളിച്ച് ഏറ്റുമാനൂർ സ്റ്റുഡിയോയ്ക്ക് വേണ്ടി കുറേ നാൾ വർക്ക് ചെയ്യിച്ചു. ഏറ്റുമാനൂരിൽ നിന്നൊരു പാർട്ടി എൻ്റെ വർക്കിൻ്റെ ഒരു മേന്മയെന്ന് പറയത്തില്ല, വലിയ കുഴപ്പമില്ലാതൊക്കെ ചെയ്യാമായിരുന്നു. വിളിച്ച് എന്നെ മാന്നാനത്ത് കൊണ്ട് ഒരു സ്റ്റുഡിയോയിലേക്ക് കുറേ നാൾ നിർത്തി. 2-3 വർഷം അവിടെ ഉണ്ടായിരുന്നു. അവിടുന്ന് ഈ മാന്നാനത്ത് സ്റ്റുഡിയോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നന്നായിട്ട് പടമൊക്കെ ഫിനിഷ് ചെയ്യുന്നത് കണ്ടുകൊണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ ഒരു കറിയാച്ചൻ ചേട്ടൻ അതിലൂടെ വന്ന് എൻ്റെ ഫിനിഷിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പം കറിയാച്ചൻ പറഞ്ഞു, എൻ്റെ കൂടെ പോരാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഈ ശമ്പളം കൂടുതൽ കിട്ടുന്നിടത്തോട്ട് പോകുക എന്നുള്ളൊരു സ്വാഭാവികമാണല്ലോ. ഞാൻ കറിയാച്ചനോട് കാഞ്ഞിരപ്പള്ളിക്ക് പോയി. കാഞ്ഞിരപ്പള്ളി ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ വർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ലം തൊടാൻ നേരമില്ല, അതുപോലെ വർക്കാക്കുക. കാഞ്ഞിരപ്പള്ളി ഒത്തിരി വലിയ ഭയങ്കര കാശ് ഫാമിലി ഉണ്ട്. അപ്പോൾ അവരുടെ വർക്കെല്ലാം ഈ കറിയാച്ചനാണ്. അപ്പോൾ കറിയാച്ചൻ്റെ കൂടെ ഞാൻ അവിടെ പോയി നിന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ഭയങ്കര തകർപ്പായിരുന്നു. ഒരു 2 വർഷക്കാലം അവിടെ ശരിക്കും ഈ വലിയ ഫാമിലിയിലെല്ലാം പോയി ഭയങ്കരമായിട്ട് വർക്കെടുത്ത്. അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കാലമാണ്, അത് നല്ല കഷ്ടപ്പാടുള്ള കാലമാണ്. അപ്പോൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഒരു കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 പടമേ ഒരെണ്ണത്തിൽ എടുക്കത്തുള്ളൂ ഒരു ഫിലിമേൽ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ വലിയ വർക്കിനൊക്കെ പോയി ഇങ്ങനെ ഫോട്ടോ എല്ലാം എടുത്തു. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. ഞങ്ങൾ അവിടെ നിന്നു. അങ്ങനെ ഇപ്പോൾ ഈ രാമപുരത്ത് നിന്ന് 1-2 പേര്, രാമപുരത്ത് എന്ന് പറഞ്ഞാൽ രാമപുരത്തെ അന്നത്തെ VIPs ഈ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ ഇന്നലെ NC ജോസഫ് സാറൊക്കെയാണ്. അവരൊക്കെ കൂടെ കാഞ്ഞിരപ്പള്ളി ഒരു ഫംഗ്ഷൻ വന്നപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാനിങ്ങനെ ഓടി നടന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോഴത്തേനും അവരെൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, അത് നമ്മുടെ പയ്യനാണല്ലോ, ഇവനിവിടെ വല്ലതും പഠിക്കുകയെന്നാണ് ഞാൻ ഓർത്തത്, നീ ഇങ്ങനെ ഫോട്ടോഗ്രാഫർ ആയതൊന്നും ഞങ്ങൾക്കറിയത്തില്ല, നിനക്ക് രാമപുരത്തിന് വരാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിവിടെ വലിയ കുഴപ്പമില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഉടനെ ഒന്നും വരികയില്ല. ഏതായാലും അവർ തരുതരെ എന്നെ ഇങ്ങനെ ഇങ്ങോട്ട് ക്ഷണിക്കാൻ തുടങ്ങി. ഏതായാലും നാട്ടുകാരല്ലെന്ന് ഓർത്ത് ഞാൻ അങ്ങനെ അവസാനം രാമപുരത്ത് വന്ന് കൂടി. അപ്പോൾ ഞാൻ കാഞ്ഞിരപ്പള്ളി ഇങ്ങനെ വർക്ക് ചെയ്ത് സ്റ്റുഡിയോയിൽ ഞങ്ങൾ കഞ്ഞി വെച്ചൊക്കെ കുടിച്ച് ഇങ്ങനെ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർദിനാൾ റൂബിൻ കേരള പര്യടനത്തിനായി വരുന്നത്. അദ്ദേഹം കാഞ്ഞിരപ്പള്ളിയായിരുന്നു താമസിച്ചത്, കാരണം അരമനയിൽ. അപ്പം അതിൻ്റെ ഒരു 3-4 ദിവസത്തെ പ്രോഗ്രാമായിരുന്നു. ഈ പ്രോഗ്രാമിന് എന്നെയാണ് ഔദ്യോഗികമായ ഫോട്ടോഗ്രാഫറായിട്ട് നിയമിച്ചത്. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാ സ്ഥലങ്ങളിലും സ്വീകരണ സമ്മേളനങ്ങളിലെല്ലാം പോവുക, ഫോട്ടോ എടുക്കുക, തിരിച്ചു വരിക. അങ്ങനെ അദ്ദേഹമായിട്ട് നല്ലൊരു പരിചയം. ഭാഷ അറിയത്തില്ലാത്തതുകൊണ്ടാണെങ്കിൽ പോലും ഞങ്ങൾ അവസാനം ഒരു നല്ല സ്നേഹബന്ധത്തിലാണ് പിരിഞ്ഞ്. കർദിനാൾ റൂബിൻ ഞാനിപ്പോഴും ഓർക്കുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ കാഞ്ഞിരപ്പള്ളി കുറേ കാലം നിന്ന് കഴിഞ്ഞ് ഞാൻ രാമപുരത്തേക്ക് പോകും. അന്നേരം ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കാലം. ഇപ്പോൾ ഈ കാഞ്ഞിരപ്പള്ളിയിൽ ഇഷ്ടംപോലെ വർക്കുണ്ടായിരുന്നു.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു റെക്കോർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മ 27 ഫിലിമല്ല അന്നൊക്കെ പടം എടുക്കുന്നത്. 86 ഫിലിം ഞാൻ ഒറ്റയ്ക്ക് ഡെവലപ്പ് ചെയ്ത് വാഷ് ചെയ്ത് നെഗറ്റീവാക്കി തൂക്കിയിട്ടിട്ടുണ്ട് ഉണങ്ങാൻ വേണ്ടി. അതെൻ്റെ ഒരു വലിയ റെക്കോർഡാണ് അത്. അങ്ങനെയൊക്കെ അതിൽ കൂടി ചെയ്തിട്ടുള്ളവരാ ഉണ്ടായിരിക്കും പക്ഷേ എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യം അന്നൊരു സൂര്യഗ്രഹണമായിരുന്നു, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. രാവിലെ ഡാർക്ക് റൂമിലോട്ട് കയറി, സഹായത്തിനൊരു മനുഷ്യൻ പോലും ഇല്ല. കെമിക്കൽ എടുക്കുന്നതും കൂട്ടുന്നതും എണ്ണിയാണ് കൗണ്ട് നമ്മൾ മനസ്സിലെടുക്കുക, അല്ലാതെ സമയം നോക്കാനൊന്നും പുറത്ത് ആരുമില്ല. ഞാൻ തന്നെ എണ്ണി ഈ 86 ഓർമ്മ 27 ഫിലിം ഒറ്റയ്ക്ക് വാഷ് ചെയ്ത് നോക്കി. അതെൻ്റെ ഒരു വലിയ റെക്കോർഡായിട്ട് ഞാനൊരു അഭിമാനത്തോടെ പറയാം. അപ്പോൾ ഫിലിം ഡെവലപ്പ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഫിലിം ഡെവലപ്പ് ചെയ്യുന്നതിനെക്കുറിച്ച് ഞാനൊരു കാര്യം പറയാം. പുതിയ തലമുറയ്ക്ക് വേണ്ടിയും അതിനെപ്പറ്റി ഇപ്പം ഈ യുവ തലമുറയ്ക്ക് വലിയ അറിവൊന്നും ഉണ്ടായിരിക്കില്ല. ഫിലിം ഡെവലപ്പ് ചെയ്യുന്നത് കംപ്ലീറ്റ് ഇരട്ടത്താണ്. നമ്മൾ ശരിക്കും ഒരു ഡാർക്ക് റൂമിലാണ്, ഇരുളടഞ്ഞൊരു ഡാർക്ക് റൂമിൽ അന്ധകാരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ അതിനകത്തേക്ക് അപ്പോൾ ബാക്കി മുഴുവൻ കാര്യങ്ങളും നമ്മുടെ മനസ്സിൻ്റെ ഒരു കോൺസെൻട്രേഷനും ടൈമിങ്ങുമാണ്. അത് നമ്മൾ വളരെയധികം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. അതാ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഇപ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റാണ്. ഇത് 4 ഫോട്ടോഗ്രാഫർമാർ പോലും ഈ രംഗത്തുണ്ടാകുകയാണെന്ന് ഞാൻ പറയാൻ കാരണം ഇതിന് എപ്പോഴും നമ്മൾ നല്ല പഞ്ചലായിരിക്കണം, നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. അതാ ഡാർക്ക് റൂമിൽ കയറി കഴിഞ്ഞാൽ അവിടെ നമുക്ക് പാട്ട് വെക്കാനോ വർത്തമാനം പറയാനോ ഒന്നും പറ്റില്ല. മുഴുവൻ നമ്മളും ഇതിന് ഒരു ടൈമുണ്ട്. ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റാണ്. ഈ 5 മിനിറ്റ് നമ്മൾ മനസ്സിൽ എണ്ണുവാണ് കൗണ്ട്. എൻ്റെ 100 കൗണ്ട് 1 മിനിറ്റാക്കി ഞാൻ ചിട്ടപ്പെടുത്തി വെച്ചേക്കും. അങ്ങനെ അപ്പോഴത്തേനും 1, 2, 3 അങ്ങനെ ഞാൻ 100 എണ്ണുമ്പോൾ 1 മിനിറ്റ് ആകും. അപ്പോൾ 5 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ 500 എണ്ണി കഴിയുമ്പോഴത്തേനും ആ 5 മിനിറ്റ് ഡെവലപ്പിംഗ് ആകും. അപ്പോൾ ഈ ഡെവലപ്പിങ്ങിനെ പറ്റി ഞാനൊന്ന് പറയാം. അത് മീറ്റോൾ, സൾഫേറ്റ്, ഹൈഡ്രോക്വിൻ, കാർബണേറ്റ്, ബോറാക്സിൻ, ബ്രോമൈഡ് എന്നൊക്കെ പറയുന്ന ഒത്തിരി കെമിക്കലുകളുണ്ട്. ഈ കെമിക്കലുകളെല്ലാം നിശ്ചിത റേഷ്യോയിൽ ചൂടുവെള്ളത്തിൽ കലക്കി നമ്മളൊരു ലിക്വിഡ്, ഒരു മിശ്രിതമായിട്ട് ഒരു കുപ്പിക്കകത്ത് വെക്കും. എന്നിട്ട് അതിനെ നമ്മൾ 1 ഔൺസ് ഗ്ലാസ്സിലെടുത്തിട്ട് അതിൽ ഇത്ര വെള്ളം ചേർക്കണം എന്നൊക്കെ ഉണ്ട്. അത് ഫോട്ടോഗ്രാഫറിൻ്റെ ഒരു കണക്കാണ്. അത് നമ്മൾ ഓരോരുത്തർക്കും ഓരോ വ്യത്യാസം ഉണ്ടാകും ഈ കെമിക്കലിൻ്റെ അളവെടുക്കുന്നത്. ഞാൻ 5:6:2 അങ്ങനെ ഒരു ഫോർമുലയായിരുന്നു ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതിപ്പോഴും ഓർക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ കെമിക്കലെടുത്ത് ഒരു ഡിഷിനകത്ത് ഒഴിച്ച് കഴിച്ച് നമ്മൾ വേറെ ഡിഷിനകത്ത് വെള്ളം വെക്കുന്നു. പിന്നെ ഇത് ഫിക്സ് ചെയ്യുന്ന ഹൈപ്പോ സൊല്യൂഷനാണ്. ഹൈപ്പോ സൊല്യൂഷന് ഏറ്റവും അങ്ങോട്ടെടുത്തിട്ട് മാറ്റി വെക്കും. അപ്പം നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഡിഷ്, അതിൻ്റെ അപ്പുറത്തൊരു ഡിഷ്, പിന്നെ അതിൻ്റെ അപ്പുറത്ത് വലിയൊരു ഡിഷ് ഹൈപ്പോ വെക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ആദ്യം ഈ ഫിലിം റോള് അതെല്ലാം ഇരുട്ടത്തായി ചെയ്യുന്നതെന്ന് ഓർക്കണം. അതിനകത്ത് കയറി ഇരുന്നിട്ട് ഈ കെമിക്കൽ എടുക്കുന്നതോടെ വരെ നമുക്ക് വെളിച്ചമുണ്ട്. അത് കഴിഞ്ഞാൽ അന്നേരം ലൈറ്റ് ഓഫ് ചെയ്യുക. ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി മുഴുവൻ അന്ധകാരമാണ്. അപ്പോൾ നമ്മൾ ഫിലിം പൊട്ടിക്കുന്നു. ആദ്യം അത് വെള്ളത്തിനകത്ത് ഒരു റൗണ്ടെന്ന് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഈ കെമിക്കലിനകത്ത് ഇടുക. കെമിക്കലിനകത്ത് ഇട്ടിട്ട് ഞാൻ ഈ പറഞ്ഞാൽ കൗണ്ട് എണ്ണുക. അപ്പോൾ 5 മിനിറ്റ് അതിനകത്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ അതെടുത്ത് വീണ്ടും വെള്ളത്തിൽ ഒന്ന് റോൾ ചെയ്യും. ഒന്ന് കഴിയാതെ അതിലെ കെമിക്കൽ പയ്യെ ഒന്ന് പോകാൻ പറ്റും. എന്നിട്ട് ഹൈപ്പർ സൊല്യൂഷനകത്ത് 2-3 മിനിറ്റ് മിക്സ് ചെയ്യും. മിക്സ് ചെയ്ത് കഴിഞ്ഞ് പയ്യെ പുറത്തേക്ക് എടുത്ത് പയ്യെ റെഡ് ലൈറ്റ് ഒന്ന് തെളിഞ്ഞ് വെക്കും. അതിനകത്ത് റെഡ് ലൈറ്റ് ഉണ്ട് ചില സമയത്ത്. റെഡ് ലൈറ്റ് ഒന്ന് തെളിച്ച് നോക്കി കഴിയുമ്പോഴത്തേനും എല്ലാം ഓക്കെ. എന്നിട്ട് ആ സാധനം പുറത്ത് കൊണ്ടുവന്ന് വെള്ളത്തിൽ വാഷ് ചെയ്താണ് നമ്മൾ ഉണങ്ങാനായിട്ട് ഇടുന്നത്. അതാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ രീതി. പിന്നെ അതിനകത്ത് പിന്നെ വേറെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻറ്റിങ്ങിനൊരു രീതിയുണ്ട്. പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റെഡ് ലൈറ്റ് ഉപയോഗിക്കാം. അപ്പോൾ കംപ്ലീറ്റ് ഇരട്ടല്ല, റെഡ് ലൈറ്റ് ഉപയോഗിക്കാം. റെഡ് ലൈറ്റ് പ്രിൻറ്റിങ് മുഴുവൻ നടക്കുന്നത്. അതും ഇതുപോലെ പല കെമിക്കലുണ്ട്. ഈ കെമിക്കലെല്ലാം ഓരോ ഫോട്ടോഗ്രാഫർമാരുടെ താല്പര്യം അനുസരിച്ച്, അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് അതിൻ്റെ റേഷ്യോയ്ക്കും അതിൻ്റെ കെമിക്കലിൻ്റെ ക്വാണ്ടിറ്റിക്കൊക്കെ നമുക്ക് വ്യത്യാസം വരുത്താം. അത് നമ്മൾ പ്രാക്ടീസ് കൊണ്ട് മാത്രം ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഡെവലപ്പിങ്ങിൻ്റെ ഒരു സിസ്റ്റം. അത് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം അന്നൊക്കെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കാലത്ത് നമ്മൾ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പടം എടുത്ത് എല്ലാം നമ്മൾ കണ്ടോണ്ടല്ലേ പടം എടുക്കുന്നത്. അന്നൊന്നും ഇല്ല. ഫിലിം ലോഡ് ചെയ്ത് 12 എടുത്ത് അന്ന് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലേബർ റൂമിൽ കയറി കഴിഞ്ഞാൽ അന്ന് ഇപ്പോഴല്ലേ സ്കാനിങ് ഒക്കെ, അന്ന് ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞാലേ. ഇപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോഴേ ഇതേ വല്ലതും ഉണ്ടോ എന്ന് പോലും അറിയുന്നത്. പക്ഷേ ദൈവം അനുഗ്രഹിച്ച് ഒരു പാളിച്ചകളും വന്നിട്ടില്ല. അതൊരു വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കരുതുക കേട്ടോ. അതാണ് പ്രാർത്ഥിച്ചാൽ ഇതിനൊക്കെ കയറുന്നത് ശരിക്കും പറഞ്ഞാൽ. അതാണ് അന്നത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഒരു കാലഘട്ടം. പിന്നെ പ്രിൻറ്റിങ് എന്ന് പറഞ്ഞാൽ പല സൈസ് ഗ്രേഡുകളുള്ള പേപ്പർ കിട്ടും. ഈ നെഗറ്റീവിൻ്റെ ഗ്രേഡ് അനുസരിച്ച് LRGRയിലെ ഓരോ സൈസ് നെഗറ്റീവ് ഇങ്ങനെ റോൾ ചെയ്യുന്ന പോലെ നമ്മൾ വെച്ച് വലിച്ച് വിട്ട് അടിയിൽ അത് ഫോക്കസ് ചെയ്ത്
അടിയിൽ ഈ പിന്നെ പ്രിൻറ്റിങ് പേപ്പർ വെച്ച് കൊടുത്ത് അത് നമ്മൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേപ്പറിലേക്ക് ഈ നെഗറ്റീവിൻ്റെ റേ എന്തേരം പതിയണം എന്ന് തീരുമാനിക്കുന്ന ഫോട്ടോഗ്രാഫറുടെ മനസ്സാണ്, അവൻ്റെ ഒരു കാൽക്കുലേഷനാണ്. അത് ആ കൗണ്ട് ഒത്തിരി കൂടിപ്പോയാൽ അത് ഓവറായി പോകും, കുറഞ്ഞു പോയാൽ അത് അണ്ടറായി പോകും. അതാണ് അതിനകത്ത്. അതങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഈ കെമിക്കലിലെല്ലാം ഇട്ട് ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ ഫിക്സഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോ തന്നെയാണ്. അതങ്ങനെ ഇഷ്ടംപോലെ പടങ്ങൾ ഈ സ്കൂൾ ഗ്രൂപ്പുകളും അതുപോലെ തന്നെ പാസ്പോർട്ടും എല്ലാം എടുത്ത് വെച്ച് നമ്മൾ ഇതുപോലെ പ്രിൻ്റ് അടിച്ചിട്ട് നല്ല റണ്ണിങ് വാട്ടറിൽ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഹൈപ്പോയി ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് ഉണക്കി ക്ലേസ് ചെയ്താണ് നമ്മൾ ഈ പാർട്ടിക്ക് കൊടുക്കുന്നത്. അന്നത്തെ ഈ ഫോട്ടോ ലാസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരുടെ അടുത്ത് പെട്ടെന്ന് കഴിയാൻ കൊടുക്കും, പക്ഷേ അന്നേരം ലാസ്റ്റിംഗ് ഉണ്ടാവില്ല. ഫോട്ടോ റണ്ണിങ് വാട്ടറിൽ 3 മണിക്കൂർ വാഷ് ചെയ്യണമെന്നാണ് തിയറി. മഞ്ഞരപ്പള്ളിയിൽ നിന്ന് ഞാൻ രാമപുരത്ത് വന്ന് എടത്തട്ടയിലെ സണ്ണിയുടെ കൂടെ സ്റ്റുഡിയോയിൽ ഇങ്ങനെ ലേബറായിട്ട് നിൽക്കുക. ആ കാലഘട്ടത്തിലാണ് മാർ കരിയാറ്റി മെത്രാഭിഷേക ശതാബ്ദി ആഘോഷം രാമപുരത്ത് അതിവിപുലമായിട്ട് നടക്കുന്നത്. അതിൻ്റെ വിളംബര ഘോഷയാത്ര ആലങ്ങാട്ട് തൊട്ടിങ്ങനെ പോരുക. 3-4 ദിവസത്തെ പരിപാടിയായിരുന്നു. അപ്പോൾ വിളംബര യാത്രയ്ക്ക് ഞങ്ങളിങ്ങനെ വണ്ടിയിലെല്ലാം അലങ്കരിച്ച് അവിടെ പോവുക. ഓരോ പള്ളിയിലും അതിൻ്റെ സ്വീകരണങ്ങളുണ്ട്. ആ സ്വീകരണങ്ങളെല്ലാം ഏറ്റുവാങ്ങി അപ്പോൾ ഓരോ പള്ളിയിലും ചെല്ലുമ്പോൾ ഞങ്ങൾ നേരത്തെ ഇറങ്ങും. ഞാൻ ഫോട്ടോഗ്രാഫറും പിന്നെ അതിനോടനുബന്ധിച്ച് കുറേ വോളണ്ടിയേഴ്സ് ഉണ്ട്. ഞങ്ങളെല്ലാവരും നേരത്തെ ഇറങ്ങി ഈ വേദിയിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഇപ്പോഴത്തെ പിതാവ് അന്നത്തെ രാമപുരത്തെ കൊച്ചച്ഛനാണ് കല്ലറങ്ങാട്ട് പിതാവ് ഓരോ സ്ഥലത്ത് ഇറങ്ങിയിട്ട് പിതാവ് ഇതിനെക്കുറിച്ച് ആമുഖമായിട്ടൊരു പ്രസംഗമൊക്കെ നടത്തി കഴിയുമ്പോഴത്തേനും കരിയാറ്റിയുടെ ഫോട്ടോയ്ക്ക് എല്ലാവരും മാലയിട്ട് സ്വീകരിക്കും. ഞാനവിടെ പടം എടുക്കും, പിതാവ് പ്രസംഗിക്കുന്ന പടം എടുക്കും. പിന്നെ അവിടുത്തെ വികാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയും, ഒരു നന്ദിയൊക്കെ പറയും, അങ്ങനെ പടം എടുക്കും. പിന്നെ ഞങ്ങൾ അടുത്ത പള്ളിയിലേക്ക് പോകും. അത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയായിരുന്നു. അങ്ങനെ കരിയാറ്റി മെത്രാഭിഷേക ശതാബ്ദി ആഘോഷം രാമപുരത്ത് വെച്ച് ആഘോഷിക്കുക. അന്നാണ് രാമപുരത്ത് ആദ്യമായിട്ട് ഹെലികോപ്റ്റർ വരുന്നത്. അന്ന് രാമപുരത്ത് ഹെലികോപ്റ്റർ വന്നതിന് ശേഷം ഇന്ന് വരെ രാമപുരത്ത് ഒരു തുരിശടിക്കാൻ പോലും ഒരു ഹെലികോപ്റ്റർ വന്നിട്ടില്ല. അതൊരു ഭയങ്കര സംഭവമാണ്. അന്നത്തെ അതൊരു വലിയൊരു ഓർമ്മയാണ്. രാമപുരത്ത് ജനലക്ഷങ്ങളായിരുന്നു. അന്നിനവിടെ അവിടെ പോഡിയൊക്കെ ഉണ്ടാക്കി. അന്ന് പിന്നെ ഗാനി സെയിൽസിങ്ങാണ് പ്രസിഡൻ്റായിരുന്നു സ്വീകരണം. അപ്പോൾ കരിയാറ്റി മെത്രാഭിഷേകത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അത് ഹെലികോപ്റ്റർ വരുന്ന കാര്യങ്ങളും പറഞ്ഞു. രാമപുരത്ത് അന്ന് ജനലക്ഷങ്ങളായിരുന്നു പങ്കെടുത്തത്. സ്കൂളിലെ വിദ്യാർത്ഥികളെല്ലാം വന്ന് യൂണിഫോം എല്ലാം ഇട്ട് ബാൻഡ് സെറ്റുകൾ. പക്ഷേ അന്നത്തെ ചീഫ് ഗസ്റ്റ് ആരാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അന്നത്തെ ചീഫ് ഗസ്റ്റ് ആയിരുന്നു ഇന്ത്യൻ പ്രസിഡന്റ് ഗാനി സെയിൽസിംഗ് ആയിരുന്നു. ഭയങ്കര സെക്യൂരിറ്റി പ്രോബ്ലം ഒക്കെ ആയിരുന്നു. ഓരോ ഫോട്ടോ എടുക്കുമ്പോഴും സെക്യൂരിറ്റിയോട് പറയായിരുന്നു. അത് അദ്ദേഹത്തെ ഹെലികോപ്റ്ററിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് രാമപുരത്ത് ഹെലികോപ്റ്റർ വന്ന കാര്യം പറഞ്ഞില്ലേ. ഹെലികോപ്റ്ററിൽ നിന്ന് ഗാനി സെയിൽസിംഗ് ഇങ്ങനെ ക്യാപ്പൊക്കെ വെച്ച് പയ്യെ ഹെലികോപ്റ്ററിൽ നിന്ന് ഇങ്ങനെ മന്ദം ഇറങ്ങി വരുമ്പം ഹെലികോപ്റ്ററിൽ വന്നപ്പോഴത്തേനും നമ്മുടെ സ്കൂളിൻ്റെ ഗ്രൗണ്ട് മുഴുവൻ പൊടി പറന്നു. ഞങ്ങളെല്ലാം കണ്ണു പൊത്തിപ്പിടിച്ച് ക്യാമറയിലേക്ക് പൊടി പറക്കാതെ ടവലിട്ട് മൂടി ഞാനിപ്പോഴും ഓർക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും അദ്ദേഹം പയ്യെ ഇറങ്ങി വന്നപ്പോൾ ഹെലികോപ്റ്റർ കൂട്ടി അദ്ദേഹം ഇങ്ങനെ ഇറങ്ങി വരുന്ന പടമൊക്കെ എടുത്ത് പിന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ പൂവെല്ലാം വാരിയിട്ട് താലപ്പൊലിയൊക്കെ ആയിട്ട് ബാൻഡ് സെറ്റാക്കിയിട്ട് ഭയങ്കരമായിട്ട് സ്വീകരിച്ച് പോരുക. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 പടം എടുത്തിട്ട് റോള് തീരും. ഇപ്പോഴത്തെ കാലത്താണ് ചുമ്മാ കടകടകടകടാന്ന് അടിച്ചു വിട്ടാൽ മതി. 12 എണ്ണം തീരുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ വരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോട്ടുകൾ മാത്രമേ എടുക്കുള്ളൂ. അതെല്ലാം സ്വീകരിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തെ വേദിയിലേക്ക് ആനയിച്ചിരുത്തി. അന്ന് രാമപുരത്ത് വികാരിച്ചന് ഇമ്മാനുവൽ ചെറുകുരക്കുന്നേലച്ചൻ. അന്ന് രാമപുരത്തെ വികാരിച്ചന് ഞാൻ രാമപുരത്ത് വന്ന് ഫോട്ടോഗ്രാഫറായിട്ട് ചാർജ് എടുക്കുമ്പം ചൊവ്വാറ്റുകുന്നേലച്ചനാണ് വികാരിച്ചന്. ഇന്നിപ്പം 9ാമത്തെ വികാരിച്ചനാണ് രാമപുരത്ത് ഇരിക്കുന്നത്. ഞാൻ ഈ രാമപുരത്തൊരു ഫോട്ടോഗ്രാഫർ വന്നതിന് ശേഷം 9ാമത്തെ വികാരിച്ചനാണ്. അത്രയും തലമുറ അത്രയും കാലം ഞാൻ ഈ രാമപുരത്ത് ഫോട്ടോഗ്രാഫറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊക്കെ എനിക്കൊരു വലിയ ഭാഗ്യമായിരുന്നു, ദൈവാനുഗ്രഹമായിട്ട് കഴിയും. എന്നിട്ട് വന്ന് അദ്ദേഹം വന്ന് വലിയ പ്രസംഗമെല്ലാം നടത്തി, ഭയങ്കര സ്വീകരണം എല്ലാം കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഞാൻ പറയില്ല, ഫോട്ടോ എടുക്കുമ്പോൾ ഓരോ ഫോട്ടോ എടുക്കുമ്പോൾ സെക്യൂരിറ്റിയോട് പറയണം. അപ്പം നമ്മുടെ ലോക്കലായിട്ടുള്ള ആരെങ്കിലും ഒരു VIPസിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ അങ്ങനെയൊന്നും എടുക്കാനൊന്നും ഒരവസരമില്ല. എൻ്റെ ഒരു ഭാഗ്യത്തിന് ഇദ്ദേഹം കുഞ്ഞച്ഛൻ്റെ കബറിടം കാണാനായിട്ട് കയറി അകത്ത്. അന്നേരത്തിൽ നമ്മുടെ ഇമ്മാനുവൽ ചെറുകുരക്കുന്നേലച്ചൻ അന്നത്തെ വികാരിച്ചന് ഓടി വന്ന് ഇദ്ദേഹം ഹസ്താനം ചെയ്തു. ഒരു ഫോട്ടോഗ്രാഫറും കിട്ടിയില്ല അങ്ങനെ ഒരു ഷോട്ട്. എൻ്റെ ഭാഗ്യത്തിന് അച്ഛൻ കരം ഗ്രഹിച്ചിരിക്കുന്ന ഒരു പടം കിട്ടി. അതൊരു ഭയങ്കര ഭാഗ്യമായിപ്പോയി. അച്ഛൻ അതിൻ്റെ എന്ത് പ്രിൻ്റ് എടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അച്ഛൻ ഈ രാമപുരത്ത് നിന്ന് പോയി കഴിഞ്ഞ് ഫ്രീസ്റ്റോമിക് താമസിക്കുമ്പോഴും അച്ഛൻ എന്നെ വിളിച്ചേച്ച് പറയടാ അതിൻ്റെ ഒരു 2 പ്രിൻ്റ് കൊണ്ട് തരണമെന്ന്. അങ്ങനെ അച്ഛൻ അത് ഭയങ്കര ഇഷ്ടപ്പെട്ട അച്ഛൻ അങ്ങനെ ഒരു പടം കിട്ടിയത്. അതൊരിക്കലും അങ്ങനെ കിട്ടാൻ സാധ്യതയുള്ളൊരു അവസരം ഇല്ലായിരുന്നു. ഒറ്റ പ്രതീക്ഷയില്ലാതെയാണ് അദ്ദേഹം പള്ളിക്കകത്തോട്ട് കയറിയപ്പോഴേ അച്ഛൻ ഓടി വന്ന് കയ്യിലൊന്ന് പിടിച്ചു. കയ്യെ പിടിക്കണേ പോലും സെക്യൂരിറ്റിയുടെ അനുവാദം വേണം. അച്ഛൻ വന്നു
ഇദ്ദേഹം കൈ കൂപ്പി അച്ഛൻ വന്ന് കയ്യെ പിടിച്ചൊരു ഷെയ്ക്കാൻ്റെ കൊടുത്തു. എനിക്ക് ഒരു നിമിഷം എനിക്ക് നല്ലൊരു ഷോട്ട് കിട്ടി. അത് ഭയങ്കര ഒരു റെക്കോർഡായിരുന്നു. അതുകൊണ്ട് അച്ഛൻ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു ഫോട്ടോ കിട്ടിയാണ്. അച്ഛനെ ഞാൻ പറഞ്ഞില്ലേ, അച്ഛനെ ഇവിടുന്ന് പോയപ്പോഴും അതുപോലെ അച്ഛൻ പ്രീസ്റ്റ് ഹോമിൽ താമസിക്കുന്ന സമയത്ത് അച്ഛൻ അതിൻ്റെ കോപ്പികൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നോട് മേടിച്ചുകൊണ്ടിരുന്നു.